The healing power of art therapy. ആർട്ട് രസകരമായ സൃഷ്ടി മാത്രമല്ല, ആർട്ട് ഹീലിംഗിന്റെ ഒരു പവർഫുൾ ടൂൾ കൂടിയാണ്. ഇന്ന് ആർട്ട് തെറാപ്പിയുടെ അത്ഭുത ലോകത്തേക്ക് പോകാം. മനുഷ്യ മനസ്സിനെ അതെങ്ങനെ മാറ്റുന്നുവെന്ന് മനസ്സിലാക്കാം. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈൻഡ്സ് മിത്ര. ഇന്ന് ആർട്ട് തെറാപ്പി വഴി മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുന്നു എന്ന് നോക്കാം. ഒരു തരം സൈക്കോതെറാപ്പി തന്നെയാണ് ആർട്ട് തെറാപ്പിയും. ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് മെന്റൽ, ഫിസിക്കൽ, ഇമോഷണൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ആർട്ട് തെറാപ്പി സഹായിക്കും. ഇവിടെ ആർട്ടിസ്റ്റിക് സ്കില്ലിന് പകരം സെൽഫ് എക്സ്പ്രഷൻ ആണ് വേണ്ടത്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു സെഷനിൽ നിങ്ങൾക്ക് പെയിന്റ് ചെയ്യാം, രൂപങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫോട്ടോ കൊളാഷസ് ഉണ്ടാക്കാം. സ്ട്രെസ്, ഡിപ്രഷൻ, PTSD, മറ്റ് ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ആർട്ട് തെറാപ്പി യൂസ് ചെയ്യാം. മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഇമോഷണൽ എക്സ്പ്രഷൻ ആണ്. അതായത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാനാവാത്ത വികാരങ്ങൾ അല്ലെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന ചിന്തകൾ എല്ലാം ഇവിടെ തുറന്നു കാണിക്കുന്നു. ആർട്ട് തെറാപ്പി ആൻസൈറ്റി ഉള്ള കുട്ടികൾ മുതൽ ഡിഫറെന്റ് ലൈഫ് എക്സ്പീരിയൻസസ് ഉള്ള മുതിർന്നവരിൽ വരെ യൂസ്ഫുൾ ആണ്. ശാസ്ത്രീയമായി ആർട്ട് തെറാപ്പി ബ്രെയിൻ റീജിയൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് കോർട്ടിസോൾ ലെവലുകൾ കുറയ്ക്കും. അങ്ങനെ സ്ട്രെസ് കുറയും, ഇമോഷൻ റെഗുലേഷനും പ്രോബ്ലം സോൾവിങ്ങിനും ഹെൽപ്പ് ചെയ്യും. ആർട്ട് തെറാപ്പി വാക്കുകൾക്ക് അതീതമായ മാനസിക ചികിത്സയാണ്. ചിലപ്പോൾ കുറച്ച് നിറങ്ങൾ മാത്രം മതി മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ. നിങ്ങൾക്ക് എന്റെ ആർട്ട് തെറാപ്പി വീഡിയോ ഉപകാരമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.